ഇതാണ് കോഴിമുട്ട വിരിക്കുന്ന ഇൻക്യുബേറ്റർ. അപ്പോൾ ഇത് എത്ര വിധത്തിലുണ്ട് നിങ്ങൾ ചെയ്യണേ? ഇത് നമ്മൾ 3 ഐറ്റം ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 3 ഐറ്റം? ഓട്ടോമാറ്റിക് ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട്. ഉണ്ട് അല്ലേ? ഇങ്ങനെ 3 വിധത്തിലാണ് ഉള്ളത്. അതെ. നിങ്ങൾ എത്ര വർഷമായി ഈ ഒരു ഇൻക്യുബേറ്ററിന്റെ പരിപാടി തുടങ്ങിയിട്ട്? ഏകദേശം 8 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യണത്, അതേപോലെ തന്നെ ഇത് ഏതൊക്കെ രീതിയിലുള്ള ബോക്സ് ആണ്, ഇതിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിച്ചു കൊടുത്താലോ? അപ്പൊ നമ്മളെ ഫസ്റ്റ് ഈ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഈ ഒരു ഇൻക്യുബേറ്ററിനെ കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കി. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ. ഓക്കെ. അപ്പൊ ഇത് തുറന്നൊക്കെ കാണിച്ചു കൊടുക്കി. ഇതില് നെറ്റ് ഉണ്ടാവും, കോഴിമുട്ട അതിൽ ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് നെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കോഴിമുട്ട ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ബൾബ് ബൾബ് ഉണ്ട്. പിന്നെ ഇതിൽ അഡാപ്റ്റർ ഉണ്ടാവും, പിന്നെ ഒരു മൾട്ടിപ്ലഗ് ഉണ്ടാവും, പിന്നെ ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഈ നോട്ടീസിലുണ്ടാവും. ഫുള്ള് കാര്യങ്ങൾ ഇതിലുണ്ടാവും. ഇത് തെർമോക്കോളിന്റെ ബോക്സ് ആണല്ലോ. അപ്പോൾ ഈ തെർമോക്കോളിന്റെ ബോക്സ് നിങ്ങൾ ഒട്ടിച്ച് ചെയ്യുന്നതാണോ? അല്ല, നമ്മള് കമ്പനിന്റെ മോൾഡ് കൊണ്ട് ചെയ്യുന്ന ബോക്സ് ആണ്. EPS തെർമോക്കോൾ ആണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബോക്സ് ആണ്. ആണല്ലേ? ഇപ്പൊ ഈ 60 കോഴിമുട്ട വെച്ച് കഴിഞ്ഞാൽ ഈ 60 വിരിയോ? 60 കോഴിമുട്ട വെച്ചാൽ 60 വിരിയാനുള്ള ചാൻസ് കുറവാണ്. പേടയും പൂവനൊക്കെ ഉള്ള കോഴി ക്രോസ് ആയ മുട്ട മാത്രമേ വിരിയുള്ളൂ. അത് നമ്മളിത് കോഴിമുട്ട വെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് ടോർച്ച് വെച്ച് നോക്കണം. എന്നിട്ട് നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കുക. എത്ര ദിവസം കഴിഞ്ഞാലാണ് ഈ കോഴിമുട്ട വിരിയ? 21 ദിവസം കഴിഞ്ഞാൽ വിരിയ അല്ലേ? കോഴിയാന്ന് 21, കാട എന്ന 18, താറാവ് 20. ഇതാണ് 100 കോഴിമുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ. ഇതിൽ കോഴിമുട്ട ഒക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്.